പ്രിയമുള്ള നൂലുവള്ളിക്കാരായ പ്രവാസി സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചും നൂലുവള്ളി പടിഞ്ഞാട്ടുമുറി നമ്മുടെ വായനശാലര അവിടെ നിന്ന് പടിഞ്ഞാട്ടുള്ള പ്രവാസികളായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ എന്നും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പാടത്ത് വരുന്ന മലവെള്ളത്തിൻ്റെ കുറച്ച് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് ഇതേ വടക്കോട്ട് ഇവിടെ നമ്മുടെ അമ്പലത്തറ പ്രശാന്തേട്ടൻ്റെ വാഴ ഉണ്ടായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് മുഴുവൻ വെട്ടണതിന് മുമ്പ് ഈ കൊല്ലം നേരത്തെ മഴ പെയ്ത കാരണം കുറച്ച് നാശനഷ്ടങ്ങളുണ്ടായി. ഇവിടെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ആയ ഈ മഞ്ഞപ്പൂവ്, ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ. ഞാൻ മുമ്പ് ഉത്രാളിക്കാവിൻ്റെ അവിടെയുള്ള പാടത്തെ വീഡിയോ ഇട്ടപ്പോൾ മുപ്പിളിയത്തുള്ള എൻ്റെ സുഹൃത്ത് സന്തോഷ് പറഞ്ഞു ഈ പൂവൊന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ടതായിരുന്നു. ഇതാ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പൂവിൽ നിന്ന് തേനെടുക്കാൻ വരുന്ന തേനീച്ച. ഹായ്, ഇത് നോക്കിയേ, ചേമ്പലയിൽ വെള്ളം നിൽക്കണ കാഴ്ച. നമ്മൾ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ മുപ്ലിയും സന്ധ്യ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് വരുന്ന ആ ചെറിയ തോടിൻ്റെ അടുത്ത് കൂടെയാണ് വരിക. അപ്പോൾ അതിൽ ചേമ്പല പൊട്ടിച്ചിട്ട് മത്സരം നടത്താറുണ്ട്. ആരുടെ ചേമ്പലയാണ് ആദ്യം നമ്മളിങ്ങോട്ട് കിഴക്കോട്ട് തിരിയുന്ന വഴിയിലെത്തുക എന്നുള്ളതാണ്. അവിടെ വരെയാണ് മത്സരം. അതായിരുന്നു നമ്മുടെ ഫോർമുല 1. എല്ലാവർക്കും ഇതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്ഫോമറിൻ്റെ അവിടുത്തെ വാഴ കുറേ നശിച്ചു പോവുക ഉണ്ടായിരിക്കണത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ അമ്പലത്തറക്കാരുടെ സ്ഥലമാണ്. ഇവിടെ നിറച്ച് മഞ്ഞപ്പൂവ. കുറച്ചും കൂടി കാണിച്ചു തരാം. നന്നായി മനസ്സ് നിറയെ കാണാനുള്ള കാഴ്ചയുണ്ട് ഇവിടെ ഈ പൂവിൻ്റെ തന്നെ. ഇതൊക്കെ പണ്ട് തെങ്ങും പറമ്പായിരുന്നു, ഇപ്പോൾ അതിലൊക്കെ റബ്ബറായിട്ടുണ്ട്. ആടുകൾ, ജമുനപ്പ്യാരി ആടിനെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ റോട്ടിൽ ആകെ വെള്ളമായി കാരണം കൊണ്ട് ഞാനും ഇവിടെ അമ്പലത്തറക്കാരുടെ അതിലേക്ക് കയറി വന്ന് വത്സേട്ടൻ്റെ പറമ്പിൽ കൂടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ പണ്ടത്തെ ചാട്ടത്തിൻ്റെ അടുത്ത് വന്നേക്കാണ്. ഇവിടെ മുഴുവൻ വാഴയായിരുന്നു. ഇത് മുഴുവൻ വെട്ടിയെടുക്കാൻ പറ്റി എന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവം മാലവെള്ളം കാണുന്നത് ഒരു രസമൊക്കെ ആണെങ്കിലും ഇത് കുറേ നാശങ്ങളുണ്ടാക്കും. ചെങ്ങാടം കളിക്കാം, മീൻ പിടിക്കാം, അങ്ങനെയൊക്കെയുള്ള ചില അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു രസമാണ്. മഴക്കാലം ഭക്ഷണം കഴിക്കാനുള്ള വകയൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം സുഖമാണെന്നാണ് നമ്മുടെ കാരണന്മാർ പറയാറുള്ളത്. അതില്ലെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കുഞ്ഞിത്തോട്ടിലെ പാലമുള്ളത്. ഇത് അതിൻ്റെ കൈവരി മാത്രം ഇപ്പോൾ കുറച്ച് കാണാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകണ കുഞ്ഞിത്തോടും അത് പോയി ചേരുന്ന കുറുമാലിപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള വെള്ളിക്കുളങ്ങരയിൽ നിന്ന് മുപ്ലിയം വരെ നീണ്ടു കിടക്കുന്ന വെല്ലോടും അവിടെ ഉണ്ട്. ഇതിപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ സർവധ സംപ്ലുതോദകേ എന്ന് വെച്ചാൽ എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കുമ്പോൾ കിണർ, കുളം
തോട്, പുഴ മുതലായവയ്ക്കൊന്നും പ്രസക്തിയില്ല എന്ന് അർത്ഥം വരുന്ന ഒരു ശ്ലോകമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഇതാ നമ്മുടെ കോടശ്ശേരി മല അങ്ങ് അകലെയായിട്ട് കാണാം. ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഞാനൊന്ന് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് അവിടെ നിന്നും കൂടി ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കുറച്ചും കൂടി കാഴ്ച എൻ്റെ വീടിൻ്റെ അതിലെ തെക്കോട്ടുള്ള വഴിക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ നിന്നും കൂടിയുള്ള കാഴ്ച കാണിച്ചിട്ട് ഈ വീഡിയോ പതുക്കെ അവസാനിപ്പിക്കും. പാടത്തുനിന്ന് തിരിച്ചു പോകും വഴിയുള്ള ചില കാഴ്ചയാണ് കേട്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വഴിയല്ല, ഞങ്ങളുടെ ജനമ്പാപ്പൻ്റെ അതിലുള്ള വഴി. ഇതിലെ അധികം പോകാൻ പറ്റില്ല, വെള്ളം അങ്ങോട്ട് കയറി കിടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പ്രത്യേകം സമർപ്പിക്കുന്നത് എൻ്റെ ഉണ്ണിമോൻ പാപ്പൻ, ബൈജേട്ടൻ, ബിജേട്ടൻ, സന്ദീപ്, മഞ്ജീഷ്, നിതീഷ്, ഇത്രയും ആൾക്കാരാണ് മാണുക്കാടന്മാർ ഇപ്പോൾ ഗൾഫിലുള്ളത്. പിന്നെ നൂലുവള്ളിക്കാർ, അയൽക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് മഞ്ഞങ്ങ, ഷാജേട്ടൻ, മേജോ, ജാക്സൺ, പിന്നെ ആരുള്ളേ, എനിക്കങ്ങോട്ട് പേരുകൾ കൂടുതൽ ഓർമ്മ വരുന്നില്ല. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ എല്ലാവരും ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ മാണുക്കാടന്മാരുടെ പട്ടിലും കണ്ടങ്ങളുടെ താഴെയുള്ള പാടാണിത്. അതിൽ കുറച്ച് മാട്ടിക്കാരുടെ സ്ഥലങ്ങളൊക്കെ വരും ഇതിൻ്റെ കരയിൽ, അമ്പലത്തറ എല്ലാം. എവിടെ നോക്കിയാലും വാഴ വെച്ചിരുന്നത് കാണാം. അതിൽ കുറേയൊക്കെ വെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കൂടുതലും ഈ കൊല്ലം നശിക്കുകയുണ്ടായത്. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ തേമാലി കണ്ടങ്ങളാണ്. ഇതിലൊക്കെ ഒരു കാലത്ത് നെല്ല് പണ്ടായിരുന്നു. ഈ ഫുള്ള് വെള്ളം കയറി കിടക്കുന്നത് ഇപ്പോഴും ഈ വെള്ളം ഇറങ്ങിയ നെല്ല് പണിയുന്ന സ്ഥലങ്ങളാണ്. അല്ലാത്ത ആ ജാതിയും തെങ്ങൊക്കെ നിൽക്കണ കാണുന്നത് പണ്ട് നെല്ല് പന്തരുന്നതാണ്. അത് കുറേ കാലം മുമ്പ് തന്നെ അതൊക്കെ പറമ്പുകളാക്കി മാറ്റി. ഈ പാടങ്ങളൊക്കെ ഇപ്പോഴും പാടങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ എന്നെ നേരിട്ടറിയാത്തവരും നമ്മളുടെ നാടിനെ അറിയാത്തവരുമായി ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.